വളരെയധികം ബോറടിക്കുന്നു ഗൈസ്. വീട്ടിലിരുന്നിട്ട് വല്ലാത്തൊരു ബോറടി. അപ്പം ഞാൻ വിചാരിച്ച് എങ്ങോട്ടേലും പോവുകയാണ്. അപ്പം മനസ്സൊക്കെ പോവാനൊക്കെ ഇങ്ങനെ റെഡിയായി ഓക്കെ ആക്കി. പോവാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ഒന്നില്ലേ പുറത്ത് പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ച് വെക്കുമ്പോൾ കാറ് വിടല്ല. എന്താ ചെയ്യുക? എന്നും പോകാൻ വണ്ടി എടുക്കാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഈ ജാതി മടി എനിക്ക് ഉണ്ടാവലില്ല. എന്താണെന്നറിയില്ല, കാറിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് അങ്ങോട്ട് ഇരിക്കാനേ എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര മടി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഓക്കെ ഇങ്ങനെ വീട്ടിൽ കുത്തിരിട്ട് എന്താക്കാനാണ്, കുറച്ചൊന്ന് റിലീഫാവും, പുറത്തൊക്കെ ഇറങ്ങട്ടെ, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണട്ടെ, അവിടേക്ക് പോട്ടെ ഇവിടേക്ക് പോട്ടെ, കുറച്ച് ഷോപ്പിംഗ് കൂടിയൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് വരട്ടെ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കാറ് വിടല്ലാത്ത കാര്യം അറിയുന്നത്. അത് എനിക്ക് മാത്രം തോന്നുന്നൊരു സംഭവമാണോ അല്ലെങ്കിൽ നിങ്ങൾക്കും തോന്നാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് സംഭവം ഇല്ലായോ ആ സംഭവം കടന്നു തോന്നും. അപ്പോൾ കാർ ഇവിടെ പോയി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫ്രെയിമും ഷീറ്റൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ മടിയായിട്ട്, നോട്ട് ദ പോയിൻ്റ്, എനിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ അരുണ് ഇന്ന് ബസ് പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 12 മണി തൊട്ടിട്ട് 4 മണി വരെ എങ്ങാനും ലീവാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്കൊരു കമ്മലെടുക്കാൻ പോയപ്പോൾ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ കാർ എടുത്തിട്ട് പോട്, എന്നിട്ട് ഉച്ചൻ്റെ സമയത്ത് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ കാർ എടുത്തിട്ട് പോവുകയും ചെയ്തു. ഒക്കെ റെഡിയായി ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കാറില്ലാലോ എന്നുള്ള ആലോചിക്കുന്നത്. അപ്പം എന്താക്കി, 2-3 റീൽസ് എടുത്ത് തിരിച്ചിങ്ങോട്ട് കയറി. അപ്പോൾ പിന്നെ വണ്ടി ഉണ്ട് കേട്ടോ, 2 വീലർ ഇവിടെ ഉണ്ട്, R15 ആണ്. പക്ഷെ മോളെ വെച്ചിട്ട്, ഒരാളെ വെച്ചിട്ട് ഞാൻ ഓടിക്കും, രണ്ടാൾക്കൂടി ഈ R15 കുത്തിരിക്കാനുള്ള സ്ഥലമല്ല. അരുണ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവന്മാരെ രണ്ടാളെയും കൂടി. പക്ഷെ എനിക്ക് പേടിയാണ്, കാരണം പെട്ടെന്നൊക്കെ ബ്രേക്ക് ഇടിക്കുന്ന സമയത്ത് മോനും ബേക്കോട്ടും മറിഞ്ഞു പോവുമോ എന്നുള്ളൊക്കെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ R15 എടുത്ത് പോകാച്ചാൽ എനിക്ക് ഒരാളെ കൂട്ടാൻ പറ്റുള്ളൂ. എനിക്ക് 3 നിർബന്ധം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഫോണില്ലാണ്ട് പോകാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഓളെ കൂട്ടാണ്ട് പോകാനും പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇവിടെ തന്നെ കുത്തിരിക്കുക. അപ്പം മോനൊരു കട്ടനോട്ട് കുറച്ച് മിച്ചറും തിന്ന് ഓക്കെ പുറത്ത് പോയതിന് തുല്യമായി. എന്നാ ചെയ്യാനാ ഗൈസ്, പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയാണ് അവസ്ഥ. മോൻ കുറേ പറഞ്ഞു നമ്മൾ നടന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന്. അപ്പം എനിക്കൊരു മൂടില്ല, എനിക്ക് ഒരടി നടക്കാൻ പറ്റൂല, കാലിൽ തലവേദനയാണ്. കാലിൽ തലവേദന ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാലിൽ തലവേദന ഉണ്ടോ? എനിക്ക് കാലിൽ തലവേദനയാണ്. അപ്പം നടക്കാനും പറ്റൂല. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? ഞാൻ കുറച്ച് റീൽസ് എടുത്ത് ഡ്രസ്സ് ഇതേവിടെ അയച്ചിട്ട് ഞാൻ അതും പോയി കിട്ടി. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടി ചെയ്യാണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഡ്രസ്സേ എടുത്തുള്ളൂ എന്ന് നിൽക്കുന്നു. എന്നാൽ ഇവന്മാരാരോ വാങ്ങിത്തരുമോ? അതും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ചുരിദാറിട്ട് എടുക്കാണ്. അപ്പം പിന്നെ പോവുകയല്ലേ. ഞാൻ അവിടെ ഒരു ഷോപ്പിലൊരു പച്ച കളറ്, ഏത് ഉസ്മാൻ പച്ച കളറ്, ഉസ്മാൻ പച്ച ഏതാന്ന് നോക്കണ്ട, ഉസ്മാൻ പച്ച ഉണ്ട്. അപ്പോൾ ഉസ്മാൻ പച്ച കളറ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കണം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ആരും കൊണ്ടുപോയോ എന്ന് തമ്പുരാനറിയാം. ഇപ്പോൾ ചുരിദാർ എടുത്തേ പറ്റുമെന്നുള്ളത്. താത്ത ചോദിച്ചു തലേന്ന് നമ്മൾ എന്താ ഇട്ടുകയെന്ന്. ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇട്ടാൽ പോരെ, അത് സീസൊക്കൂല, ഓള് വേറെ തലേന്നേക്ക് എടുക്കുന്നില്ല, അപ്പം ഞാനായിട്ട് എന്തിനും എടുക്കാണ്ടിരിക്കുന്നത് ഏത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചേ. എന്ത് തന്നെ ആയാലും പുറപ്പെട്ട് വണ്ടീൻ്റെ ചാവിയും എടുത്ത് ഇറങ്ങി. ഇവിടെ 2 ചാവി ഉണ്ട് കേട്ടോ. പൊതുവേ മറ്റേ സർവീസ് സെൻ്ററുകാർ പറയും ഒരു ചാവി കുറച്ച് ദിവസം യൂസ് ചെയ്ത് മറ്റേ ചാവി കുറച്ച് ദിവസം യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒന്ന് എൻ്റെത് ഒന്ന് അവൻ്റെത്. പക്ഷേ എന്നാൽ പോലും എൻ്റെ ചാവി എടുത്തിട്ട് അവൻ പോകും. കാരണം എൻ്റെ മുകളിൽ ഞാൻ ചിരിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്, അവൻ്റെ മുകളിലില്ല. അപ്പോൾ ഞാൻ ചാവി എടുത്തിറങ്ങിയപ്പോൾ മോൻ ചോദിച്ചാൽ ഏട്ടാ അമ്മ കാറില്ലാലോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് വിവരം അറിയുന്നത്, നേരം വെളുക്കുന്നത് അപ്പോഴാണ്. എന്തൊരു കഷ്ടമാണ് എൻ്റെ തമ്പുരാനേന്ന് നോക്കി നിൽക്കുക. അപ്പോൾ ഏതായാലും ഇത്രയും ദിവസം വണ്ടി ഓടിക്കാനുള്ള മടി,
വണ്ടി ഓടിക്കാമെന്ന് മനസ്സുകൊണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്ന് നോക്കുമ്പോൾ വണ്ടി ഇല്ലായ്മ. എനിക്കൊക്കെ എന്ന് വെച്ചാൽ വണ്ടിയില്ലാത്തൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2013 ഞാൻ ലൈസൻസ് എടുത്തേക്ക് 11 കൊല്ലമായി ഞാൻ വണ്ടിയെ കൊണ്ട് കളിക്കുന്നു. ഈ 11 കൊല്ലത്തിൻ്റെ അടുക്ക് നിങ്ങൾക്കൊക്കെ ഒരു കാര്യം കേൾക്കണം. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്തായിരുന്നു എന്നറിയോ? ഒരു സൈക്കിള്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് മുകളിലേക്കായിട്ട് ചന്ദ്രേട്ടനും 3 പിള്ളേരുണ്ട്. 2 ചേച്ചിമാരും ഒരു മോനും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരാൻ. എൻ്റെ വീട്ടുകാർക്ക് പൊതുവേ ഒരു പറച്ചിലുണ്ട്, ഇവക്ക് എവിടെ പോയാലും ഹിന്ദുക്കളാ കമ്പനിക്കാർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവരുമായിട്ട് നല്ല കമ്പനിയായി കേട്ടോ. ആ ചേച്ചിമാരൊക്കെ എവിടെയാന്ന് അറിയില്ല. എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ചേച്ചി, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചേച്ചി, ഓൻ്റെ ചെക്കൻ്റെ പേര് സിനു എന്നാണ്, മറ്റുള്ള പേരെന്തായിരുന്നു എന്നോട് മറന്നുപോയി കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ ക്ലാസ് ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ചേച്ചി കോളേജ് വിട്ട് വരിക. ഞങ്ങളൊക്കെ PC മുക്കിൽ കൂടെ നടന്നിട്ടാണ് വരിക. അപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സിങ് രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാലത്ത് ചെറിയ കോളറൊക്കെ വെച്ചിട്ടാണ് ചേച്ചി ചുരിദാറിടുക. ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ. അവിടെ ആ ചേച്ചി ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, എന്നോടേ പറയും. അപ്പോൾ മൂത്ത ചേച്ചിക്കും എന്നെയും അതിൽ കാര്യമാണ്, എനിക്ക് ചേച്ചീനെയും ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇവർക്കൊക്കെ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എന്ന് വെച്ചാൽ സൈക്കിളായിരുന്നു. ഞാൻ കുറേ വീട്ടിൽ കച്ചറ കൂടി നോക്കി, ഇന്ന് വരെ എനിക്ക് സൈക്കിൾ വാങ്ങി തന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു വലുതായ സമയത്ത് 2 വീലറായി മോഹം. അപ്പോൾ 2 വീലർ ഇപ്പം വാങ്ങിത്തരാമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരൊന്നും വാങ്ങിത്തരില്ല. അപ്പോൾ എൻ്റെ 2ാമത്തെ സഹോദരി എനിക്കൊരു സൂത്രം പറഞ്ഞു തന്നു, നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് നൈറ്റിന് നീ നിൻ്റെ കെട്ടിയോനോട് 2 വീലർ മേടിച്ചു തരാൻ പറയാണ്ടേ. ഓക്കെ, നല്ല സംഭവമാണല്ലോ. അങ്ങനെ കല്യാണം കഴിയാൻ കാത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ 2 വീലർ പോയിട്ട് 2 എന്ന് പറയാൻ ഞാൻ സമ്മതിച്ചില്ല. പോയില്ലേ എല്ലാം. കെട്ടിയോനല്ല കേട്ടോ, കെട്ടിയോൻ്റെ അമ്മായിയമ്മ. ജാതി സ്ട്രോങ് ആയിരുന്നു ഗൈസ്. ഓർക്കുമ്പോൾ തന്നെ വയ്യാണ്ടാവുക. പണ്ടൊക്കെ ഞാൻ പറയലെന്തായിരുന്നു എന്നറിയാം, എനിക്ക് സ്ട്രോങ് ഉള്ള അമ്മായിയമ്മനെ വേണമെന്ന്. പക്ഷെ കിട്ടിയപ്പല്ലേ മനസ്സിലായത് വേണ്ടായിരുന്നു എന്നുള്ളത്. ഞാനും 30 ഫൈറ്റായിരുന്നു. എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് 10 പറയും. 10 പറഞ്ഞാൽ 11ാമത്തെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് പറയൽ, ഫോൺ വിളിച്ചിട്ട്. അപ്പോഴേക്കും വീട്ടിൽ പറഞ്ഞേക്കും. അതൊന്നും ഓർത്തിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇരിക്കെ എൻ്റെ മോനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഓമശ്ശേരി ശാന്തി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ അവൻ്റെ കസിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടാണ് വന്ന് എന്നോട് ചോദിച്ചു നോക്കുന്നതെന്ന്, ഏത് ഇത്ര പോലും പള്ളയായി കിടക്കുന്ന എന്നോട് 2 വീലർ ഓടിക്കുന്നതെന്ന്. അന്ന് എനിക്ക് അവനെ അരിച്ച് പിഴിഞ്ഞ് കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടായി, പക്ഷെ ഞാൻ കാണിച്ചില്ല കേട്ടോ, ഞാൻ നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീട് എനിക്ക് വണ്ടി കിട്ടിയത് 2013 ഞാൻ ലൈസൻസ് എടുക്കുന്നത്. ലേണിങ് കഴിഞ്ഞാൽ ഞാൻ പൂനൂരിൽ നിന്ന് കൊയിലാണ്ടിക്ക് ദിവസം 2 വീലറിനല്ലേ പോകുള്ളായിരുന്നു. 2 വീലറിലാണ്ടെങ്കിൽ പറ്റൂലായിരുന്നു. ലേണിങ് കഴിഞ്ഞാൽ എല്ലാം നൊട്ടിക്കല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വാപ്പൻ്റെ കമ്പനിക്കാരന് നാസർക്കായും എനിക്ക് 2 വീലർ ഇങ്ങോട്ട് വേണം. വില സെക്കൻഡ് ഹാൻഡ് വില എടുക്കാൻ പറഞ്ഞു വെച്ചാൽ. അപ്പോൾ ഇവർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് എടുത്താൽ എന്നും പണിയായിരിക്കും, ഫ്രഷ് തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഡ്യൂറോ ഉണ്ടല്ലോ, ഡ്യൂറോ ആയിരുന്നു എനിക്ക് വാങ്ങി തന്നത്. അങ്ങനെ ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്കിതിന്മേൽ കയറുന്നങ്ങ് അറിയണ്ടേ. ഞാൻ പുതിയ വണ്ടിയല്ലേ, ഐശ്വര്യത്തോടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വലതുകാല് വെച്ച് കയറുക. എങ്ങനെ കയറാൻ പറ്റും? 2 വീലറിന്മേൽ കയറുമ്പോൾ വലതുകാല് വെച്ച് കയറാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇരിക്കെ പിന്നെ വണ്ടിയൊക്കെ പഠിച്ചു. 4-5 വിഗിച്ചൊക്കെ വീണു. വീണു എന്നല്ല, ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ, അവിടെ ഒരു സെൻകായിൻ്റെ പീടിയുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അടയാളം പറഞ്ഞു തന്നാൽ, പീടിയേൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് ചെവി കേൾക്കൂല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടി ഏകദേശം എയിമാക്കി പോകുമ്പം ഈ തലേന്ന് തട്ടഴിഞ്ഞ് പോകുന്നൊരു പരിപാടിയുണ്ട്. അന്നൊന്നും ഒരു സെക്കൻഡ് പുറത്തിറങ്ങുമ്പോൾ തട്ടറാണ്ട് കാരണം നരകത്ത് പോവുകയെ. അപ്പം ഞാൻ ഈ തട്ടഴിഞ്ഞ് പോയപ്പം ഒരു കൈ വിട്ട് തട്ടങ്ങോട്ട് തലയിലിട്ട് ആക്സിലേറ്ററും അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്ത് നേരെ പോയി ഇടിച്ച് കഴിഞ്ഞ പോസ്റ്റിന്.
ഞാൻ വിചാരിക്കും ഇപ്പോൾ കൊച്ചിന് എന്തായി ചെവി കേൾക്കാണ്, ഞാൻ വരുന്നത് കണ്ടുകൂടെ എന്നാൽ മാറിക്കുക. അതും ചെയ്തില്ല. ഭയങ്കര അഹങ്കാരിയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, പൂനൂർ പോയിൻ്റെ അടുത്തൂടിയായി ഞാൻ വന്നപ്പേ തട്ടയിഞ്ഞോണെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. അവിടെ നിന്ന് തട്ടം വിട്ടീന് പൂനൂർ പോയിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു വരികയും എന്തോ ഭാഗ്യത്തിന് ആടുന്ന് ഞാൻ തട്ട ഊരിയില്ല. അങ്ങനെയെല്ലാം കൂടി പറയുന്ന എന്തിനാ. പിന്നെ പോക ഇപ്പം വണ്ടിയും കൊണ്ടിട്ട് എപ്പോഴും ഏട്ടത്തിനോടും ഉമ്മാനോടൊക്കെ പറയായും ഞാനൊരു വരവും വണ്ടിമേലെന്ന്. എൻ്റെ ഏട്ടത്തി ഞാൻ ഒന്ന് എയിമായപ്പോൾ എൻ്റെ പുറകെ കുത്തിരിക്കാൻ ധൈര്യം കാണിച്ചു. ഒക്കെ മാത്രമേ ആ ധൈര്യമുള്ളൂ. കഴിഞ്ഞു ഓളെ വീടിൻ്റെ അടുത്ത് എത്തിയില്ല എന്നുണ്ട് കൊണ്ടുപോയപ്പോൾ ഒറ്റ തള്ളിയിടലി. എന്തോ ഭാഗ്യത്തിന് ഓൾ ഊര പൊട്ടിയില്ല. എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എനിക്കുണ്ടാകുന്ന ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പം ഇവളുണ്ടാവും ബേക്കിൽ. ഒരിക്കൽ താഴെ പരുപ്പംപോയിലിന് ഒരു കാറുകാരനെ കൊണ്ടുവച്ചിടിച്ച് അന്നും ഇവളുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല, അവളുടെ ഊര പോയി. അങ്ങനെയാണ് സംഭവം. ഏതായാലും ഞാനിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഇവിടെ വണ്ടിയില്ല എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞ വിവരം നിങ്ങളോടിട്ട് പറയാണ്. വെറുതെ ലിപ്സ്റ്റിക്കൊക്കെ വാരിക്കൂട്ടി കണ്ണു എഴുതി അതിനെക്കൊണ്ട് എന്താ 4 റീലെടുത്തു, അത്ര തന്നെ. R15 പോകാനുള്ള തൻ്റെ ഇടയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മുമ്പ് പോകുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റും ചെയ്തൊക്കെ, ഇനി തള്ളലാന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ രണ്ടാളും വലുതായില്ലേ, അവർക്ക് കുഞ്ഞ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. R15 വണ്ടിയുടെ പ്രത്യേകത തന്നെ അറിയാമല്ലോ, ബാക്ക് സീറ്റ് മറ്റേ ഗരത്തിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ്. എന്തായാലും പവനായി ശവമായി വീട്ടിലായി, പൈതബൈ പായിയായി.